കൊച്ചിയിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കുന്നു. കുട്ടിയെ റാഗ് ചെയ്തെന്ന പരാതി ഉൾപ്പെടെയുള്ളവ സംഘം അന്വേഷിക്കുന്നുണ്ട്. വിഷയം അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും നിർദ്ദേശം നൽകി. സംഭവത്തിൽ പ്രതിഷേധവുമായി പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടെ സ്കൂളിൽ വെച്ച് റാഗിംഗ് നടന്നുവന്ന ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം റാഗിംഗ് നടന്നിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് സ്കൂൾ അധികൃതർ. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സിഐയുടെ നേതൃത്വത്തിലാണ് 10-അംഗ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുള്ളത്. മിഹിറിന്റെ രക്ഷിതാക്കൾ DGPക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്നത്. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച കാര്യങ്ങളും വിശദമായി അന്വേഷിക്കും. സൈബർ വിദഗ്ധരുടെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 2 വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി. പരീക്ഷ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോലീസ് എത്താത്തതെന്നാണ് വിശദീകരണം. സ്കൂൾ അധികൃതരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതേസമയം വിദ്യാർത്ഥി പഠിച്ചിരുന്ന തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്ന ഹൈബി ഈഡനും ജില്ലാ ശിശുക്ഷേമ സമിതിയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് AYF ജില്ലാ സെക്രട്ടറി KR റനീഷും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. SFI ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം റാഗിംഗ് നടന്നിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് സ്കൂൾ അധികൃതർ. ന്യൂസ് 18 കൊച്ചി.